വേ ടു വിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പി എസ് സി ഒപ്റ്റോമെട്രിക്സ് സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ്താൽമിക് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ടോപ്പിക്കിൻ്റെ ലാസ്റ്റ് പാർട്ടാണിന്ന്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, IOP ക്യാൻ ബി മെഷേർഡ് വിത്ത് ഓപ്ഷൻസ് എ ടോണോമീറ്റർ, ബി റെറ്റിനോസ്കോപ്പ്, സി ഗോണിയോസ്കോപ്പ്, ഡി ലെൻസോമീറ്റർ. എന്താണ് ആൻസർ? എല്ലാവർക്കും അറിയായിരിക്കും. ഓപ്ഷൻ എ ടോണോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ ഇൻഡൻറ്റേഷൻ ടോണോമെട്രി. ഓപ്ഷൻസ് എ ഷോർട്സ്, ബി ഗോൾഡ്മാൻ, സി ടോണോപെൻ, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഷോർട്സ് ടോണോമീറ്റർ ആണ്. ബാക്കിയെല്ലാം അപ്ലനേഷൻ ടോണോമെട്രി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡൻറ്റേഷൻ ടോണോമെട്രി ഈസ് ബേസ്ഡ് ഓൺ ഓപ്ഷൻസ് എ പ്ലഞ്ചർ വിൽ ഇൻഡൻറ്റ് എ സോഫ്റ്റ് ഐ മോർ ദാൻ എ ഹാർഡ് ഐ, ബി എ പ്ലഞ്ചർ വിൽ ഇൻഡൻറ്റ് എ ഹാർഡ് ഐ മോർ ദാൻ എ സോഫ്റ്റ് ഐ, സി എ പ്ലഞ്ചർ വിൽ ഇൻഡൻറ്റ് ബോത്ത് സോഫ്റ്റ് ആൻഡ് ഹാർഡ് ഐ ഈക്വലി, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇൻഡൻറ്റേഷൻ ടോണോമെട്രി എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. എ പ്ലഞ്ചർ വിൽ ഇൻഡൻറ്റ് എ സോഫ്റ്റ് ഐ മോർ ദാൻ എ ഹാർഡ് ഐ. അതായത് ഇപ്പോൾ നമ്മൾ IOP കൂടുതലുള്ള കണ്ണായിരിക്കും പൊതുവേ ഹാർഡ് ഐ, നമ്മൾ സാധാരണ നോർമൽ ഐസൊക്കെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ IOP കൂടുതൽ ആയതുകൊണ്ട് തന്നെ ഈ ടോണോമെട്രിൻ്റെ പ്ലഞ്ചർ നമ്മളെ കോർണിയയിൽ ടച്ച് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യില്ല, ഭയങ്കരമായിട്ട് ഇൻറ്റൻറ്റ് ചെയ്യില്ല IOP കൂടിയ ഹാർഡായിട്ടുള്ള ഐസിൽ. ഈ ഷോർട്സ് ടോണോമീറ്ററിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 5.5 gram ഒക്കെ ആയിരിക്കും. എന്നാൽ നമ്മൾ ഈ പ്ലഞ്ചർ ഇൻറ്റൻറ്റ് ചെയ്യാത്ത കേസുകളിൽ, അതായത് റീഡിങ് നല്ല ലോ ആയി കാണിക്കും, ഇൻറ്റൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ സ്കെയിലിൻ്റെ അതിലൊരു സ്കെയിൽ റീഡിങ് കാണിക്കും, അതെന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്യിക്കാൻ വേണ്ടി വീണ്ടും വെയിറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 5.5 ഗ്രാമിന് നമ്മൾ ആദ്യം വെയിറ്റ് ഇട്ട് കൊടുത്ത് 7.5 ഗ്രാമിലേക്ക് ആക്കും. പിന്നെയും നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്ത് 10 ഗ്രാമിലേക്കൊക്കെ ആക്കും ചില കേസുകളിൽ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ വരിക. ഇത് നമ്മുടെ ടോണോമെട്രിയുടെ സ്കെയിൽ റീഡിങ്ങും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IOP ഇൻട്രാഓക്കുലർ പ്രഷറിൻ്റെയും മെഷർമെൻറ്റ്സിൻ്റെ ഒരു ചാർട്ടാണ്. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ സ്കെയിൽ റീഡിങ് കൂടുന്തോറും എന്താണ്, IOP കുറവാണ്. അതിനർത്ഥം എന്താണ്? സ്കെയിൽ റീഡിങ് കൂടുന്തോറും നമ്മളുടെ കോർണിയനെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്ലഞ്ചർ ഇൻറ്റൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയി ആയതുകൊണ്ട് അത്രയും പ്രഷർ അവിടെ കുറവാണ്. ഇനി ഇപ്പോൾ കണ്ടില്ലേ, 3 കണ്ടില്ലേ, സ്കെയിൽ റീഡിങ് 3 ആകുമ്പോൾ അതിലുള്ള പ്രഷർ 24.4 ആണ്. അപ്പോൾ അതിലും നമ്മൾ മെഷർമെൻറ്റ്സ് കുറയുമ്പോൾ നമ്മൾ 5.5 ഗ്രാം വെച്ചിട്ടും നമ്മുടെ കോർണിയ ഒട്ടും ഇൻറ്റൻറ്റ് ചെയ്യാത്ത കേസുകളിലാണ് നമ്മൾ അഡീഷണൽ 2 ഗ്രാം ആഡ് ചെയ്യുക. അങ്ങനെ 7.5 ഗ്രാമിലേക്ക് എത്തിക്കും. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് എഴുതും. പിന്നെ അതിലും കണ്ടില്ലെങ്കിൽ നമ്മൾ 10 ഗ്രാമിലേക്ക് പോവും. അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ഈ സ്കെയിൽ റീഡിങ് ഒരു 3-4 ഇടയിലൊക്കെ വരുമ്പോൾ, അതായത് അതിൻ്റെ ഒരു നീഡിലുണ്ടാകുന്ന ഒരു ഡിഫ്ലക്ഷൻ 3-4 ഇടയിലാകുമ്പോഴാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് അക്യുറസി അറ്റൈൻ ചെയ്യുന്നത് എന്നുള്ള ഒരു പോയിൻ്റ് കൂടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതുകൂടെ നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ അഡ്വാൻറ്റേജസ് ഓഫ് ഷോർട്സ് ടോണോമീറ്റർ എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ചീപ്പ്, ബി ലോ പ്രൈസ്, സി റിലയബിലിറ്റി, ഡി സ്ക്ലീറൽ റിജിഡിറ്റി. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി സ്ക്ലീറൽ റിജിഡിറ്റി ആണ്. ബാക്കിയെല്ലാം ഷോർട്സിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഈ സ്ക്ലീറൽ റിജിഡിറ്റി ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? അബ്നോർമൽ ആവുമ്പോൾ നമുക്ക് ഫോൾസ് ആയിട്ടുള്ള IOP ലെവൽസ് കാണും. ഈ ഹൈ മയോപ്സിലും അതുപോലെ തന്നെ ഒക്കുലർ സർജറി ഒക്കെ എന്തെങ്കിലും കഴിഞ്ഞവരിലൊക്കെ നമ്മളുടെ ഈ സ്ക്ലീറൽ റിജിഡിറ്റി ഭയങ്കര ലോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരിലൊക്കെ ഫോൾസ് ആയിട്ടുള്ള ലോ ലെവൽസ് ഓഫ് IOP ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യൻസൊക്കെ ഷോർട്സ് ടോണോമെട്രി ബേസ് ചെയ്തിട്ടുള്ളതാണ്, അതായത് ഇൻഡൻറ്റേഷൻ ടോണോമെട്രി ബേസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിനേക്കാൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ് അപ്ലിനേഷൻ ടോണോമെട്രി ആണ്. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് PYQലൊക്കെ കൂടുതലായിട്ടുള്ളത്. അത് നമ്മൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നുകൂടെ കാണുക, കാരണം അതാണ് കുറച്ചുകൂടെ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫണ്ടസ് ക്യാമറ ഹാസ് ദി സെയിം ഒപ്റ്റിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്ഷൻസ് എ ഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പി, ബി ഇൻഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പി, സി ഓട്ടോ റിഫ്രാക്ടോമീറ്റർ, ഡി ടോണോമീറ്റർ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഫണ്ടസ് ക്യാമറ ഹാസ് ദി സെയിം ഒപ്റ്റിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് ഓഫ്താൽമോസ്കോപ്പി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഫണ്ടസ് ക്യാമറ? ഓപ്ഷൻസ് എ ടു മെഷർ IOP, ബി ടു ക്യാപ്ചർ ഇമേജസ് ഓഫ് ആൻറ്റീരിയർ സെഗ്മെൻറ്റ്, സി ടു വിഷ്വലൈസ് ദ റെറ്റിന ആൻഡ് ഒപ്റ്റിക് നെർവ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ടു വിഷ്വലൈസ് ദി റെറ്റിന ആൻഡ് ഒപ്റ്റിക് നെർവ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ടൈപ്പ് ഓഫ് ഫണ്ടസ് ക്യാമറ? ഓപ്ഷൻസ് എ മിഡ്രിയാറ്റിക് ക്യാമറ, ബി നോൺ മിഡ്രിയാറ്റിക് ക്യാമറ, സി അൾട്രാസോണിക് ക്യാമറ, ഡി ഓൾ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഫണ്ടസ് ക്യാമറ പല ടൈപ്പ് ഉണ്ട്. ഈ പറഞ്ഞവയെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് നോൺ മിഡ്രിയാറ്റിക് ക്യാമറ? ഓപ്ഷൻസ് എ ഹയർ ഇമേജ് റെസൊല്യൂഷൻ, ബി വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ, സി നോ നീഡ് ഫോർ പ്യൂപ്പിൾ ഡയലേഷൻ, ഡി ഫാസ്റ്റർ ഇമേജ് ക്യാപ്ചർ. ഇതിൻ്റെ ആൻസർ എന്താണ്? നോൺ മിഡ്രിയാറ്റിക് ആണ്, അതുകൊണ്ട് തന്നെ ഡയലറ്റേഷൻ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഓപ്ഷൻ സി നോ നീഡ് ഫോർ പ്യൂപ്പിൾ ഡയലേഷൻ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് മഡോക്സ് റോഡ്? ഓപ്ഷൻസ് എ ടു മെഷർ വിഷ്വൽ അക്യൂട്ടി, ബി ടു ആസസ് ബൈനോക്കുലർ വിഷൻ, സി ടു മെഷർ അസ്റ്റിഗ്മാറ്റിസം, ഡി ടു മെഷർ IOP. ഇതിൻ്റെ ആൻസർ എന്താണ്? മഡോക്സ് റോഡിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ടു അസസ് ബൈനോക്കുലർ വിഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മഡോക്സ് റോഡ് വർക്ക്സ്? ഓപ്ഷൻസ് എ ബൈ ക്രിയേറ്റിംഗ് എ പ്രിസം എഫക്റ്റ്, ബി ബൈ ക്രിയേറ്റിംഗ് എ സിലിണ്ടറിക്കൽ ലെൻസ് എഫക്റ്റ്, സി ബൈ ക്രിയേറ്റിംഗ് എ റെഡ് ഫിൽറ്റർ എഫക്റ്റ്, ഡി ബൈ ക്രിയേറ്റിംഗ് എ സിലിണ്ടറിക്കൽ ലെൻസ് ആൻഡ് റെഡ് ഫിൽറ്റർ എഫക്റ്റ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ബൈ ക്രിയേറ്റിംഗ് എ സിലിണ്ടറിക്കൽ ലെൻസ് ആൻഡ് റെഡ് ഫിൽറ്റർ എഫക്റ്റ്. മഡോക്സ് റോഡ് എന്ന് പറയുന്നത് നമ്മൾ റെഡ് കളറിൽ സിലിണ്ടറിക്കൽ ലെൻസസിൻ്റെ ഒരു പാരൽ അറേഞ്ച്മെൻ്റ് ആണെന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഡോക്സ് റോഡ് യൂസ്ഡ് ടു ഡയഗ്നോസ്? ഓപ്ഷൻസ് എ ഹെട്രോഫോറിയ, ബി മാക്കുലർ ഫങ്ഷൻ ടെസ്റ്റ്, സി ഹെട്രോട്രോപ്പിയ, ഡി ഓൾ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ എന്താണ്? മഡോക്സ് റോഡ് ഹെട്രോഫോറിയാസ് ആയിട്ടുള്ള ഈസോഫോറിയ, എക്സോഫോറിയ, ഹൈപ്പോഫോറിയ, അതുപോലെ മാക്കുലർ ഫങ്ഷൻ ടെസ്റ്റ്, പിന്നെ ഹെട്രോട്രോപ്പിയാസ്, ഈസോട്രോപ്പിയ, എക്സോട്രോപ്പിയ, അതുപോലെ ഹൈപ്പർട്രോപ്പിയ, ഹൈപ്പോട്രോപ്പിയ, ഇതെല്ലാം മെഷർ ചെയ്യാൻ ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈക്ലോടോർഷൻ ക്യാൻ ബി മെഷേർഡ് വിത്ത്? ഓപ്ഷൻസ് എ മഡോക്സ് റോഡ്, ബി ഡബിൾ മഡോക്സ് റോഡ്, സി മഡോക്സ് വി ടെസ്റ്റ്, ഡി മഡോക്സ് വിങ്. ഇതിൻ്റെ ആൻസർ എന്താണ്? സൈക്ലോടോർഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ ഐയുടെ റൊട്ടേഷണൽ മൂവ്മെൻറ്റ്സ്, അതായത് ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആക്സിസിന് അറൗണ്ട് ആയിട്ടുള്ള റൊട്ടേഷണൽ മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ സൈക്ലോടോർഷൻസ് എന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള സൈക്ലോഫോറിയ അല്ലെങ്കിൽ സൈക്ലോട്രോപ്പിയാസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? ഓപ്ഷൻ ബി ഡബിൾ മഡോക്സ് റോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സൈക്ലോടോർഷൻസ് മൂവ്മെൻറ്റ്സ് കണ്ടെത്തുന്നത്. ഇതിൽ ഓരോന്നിൻ്റെയും യൂസ് ഡിഫറെൻ്റ് ആണ്. മഡോക്സ് റോഡ് നമ്മൾ പറഞ്ഞു. മഡോക്സ് വി ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അസ്റ്റിഗ്മാറ്റിസം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ എമൗണ്ടും ആക്സസും ഒക്കെ നമുക്ക് മഡോക്സ് വി ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് കണ്ടെത്താനാവും. ഇനി മഡോക്സ് വിങ് യൂസ് ചെയ്യുന്നത് നിയർ ഫോറിയാസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. മഡോക്സ് വിങ് ഹെൽപ്പ് ടു ആസസ് ബൈനോക്കുലർ സിംഗിൾ വിഷൻ ആൻഡ് ഡിറ്റക്ട് എനി ഡീവിയേഷൻ ഇൻ ദി നിയർ വിഷൻ. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസ് ആണ്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പിൾ ഓഫ് മഡോക്സ് റോഡ്? ഓപ്ഷൻസ് എ ഡിസോസിയേഷൻ, ബി സ്റ്റീരിയോപ്സിസ്, സി ഡിഫ്രാക്ഷൻ, ഡി ഇൻ്റർഫറൻസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഡിസോസിയേഷൻ ആണ്. രണ്ട് കണ്ണൊന്നും വരുന്ന ഇമാജസിനെ ഡിസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അതിൻ്റെ ഡീവിയേഷൻസ് ഒക്കെ മെഷർ ചെയ്യാൻ പറ്റുന്നത്. മഡോക്സ് റോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് പറയാം. ഇനി ഹൊറിസോണ്ടൽ ഡീവിയേഷൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, നമ്മൾ ഹൊറിസോണ്ടൽ ഡീവിയേഷനാണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആ മഡോക്സ് റോഡ് ഹൊറിസോണ്ടലി തന്നെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്യുമ്പോൾ ആ സിലിണ്ടേഴ്സ് എന്താണ്? ഹൊറിസോണ്ടലായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? വെർട്ടിക്കൽ സ്ട്രീക്സ് ആണ് കാണാൻ പറ്റുക, പേഷ്യൻറ്റിന് കാണാൻ പറ്റുക. ഇനി നെക്സ്റ്റ്, വിത്ത് സ്ട്രാബിസ്മസ് ദ മഡോക്സ് റോഡ് ഈസ് ബെസ്റ്റ് പ്ലേസ്ഡ് ഓവർ ദി ഫിക്സേറ്റിംഗ് ഐ. എൻഷുർ ദാറ്റ് പേഷ്യൻറ്റ് ക്യാൻ സീ വൈറ്റ് ലൈറ്റ് ആൻഡ് സ്ട്രീക്ക് സൈമിൾട്ടേനിയസ്ലി. ആസ്ക് ഇഫ് ദ സ്ട്രീക്ക് ഈസ് റൈറ്റ് ഓർ ടു ദി ലെഫ്റ്റ് ഓഫ് ദ ലൈറ്റ്. ഈ പിക്ചറിൽ കാണിച്ച പോലെ നമ്മൾ ഹൊറിസോണ്ടലി എന്ത് ചെയ്തു? നമ്മൾ മഡോക്സ് റോഡ് പ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് വേർട്ടിക്കൽ സ്ട്രീക്കാണ് കിട്ടിയത്. ആ വേർട്ടിക്കൽ സ്ട്രീക്കിൻ്റെ തന്നെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ അടിച്ച പോയിന്റ് ലൈറ്റ് നമുക്ക് പേഷ്യൻറ്റിന് കാണാൻ പറ്റുന്നതെങ്കിൽ അതിനർത്ഥം അവിടെ ഫോറിയാസോ ട്രോപ്പിയാസോ ഒന്നുമില്ല. ആ പേഷ്യൻറ്റിന് ബൈനോക്കുലർ സിംഗിൾ വിഷൻ പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ നോ എനി അതർ ഡീവിയേഷൻസ്. ഇനി പറയുന്ന പോയിൻറ്റ്സ് കൂടെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ആ പേഷ്യൻ്റ് ആ സ്ട്രീക്ക് കാണുന്നത് ആ ഒരു മഡോക്സ് റോഡ് പ്ലേസ് ചെയ്ത കണ്ണിൻ്റെ അതേ സൈഡിലാണ്, ആ സൈഡിൽ തന്നെയാണ്. അതുപോലെ പോയിന്റ് ലൈറ്റ് കാണുന്നത് ഓപ്പോസിറ്റ് സൈഡിലും ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഈസോഫോറിയ എന്നാണ് പറയുക. ഇനി മഡോക്സ് റോഡ് പ്ലേസ് ചെയ്ത ഐക്ക് നേരെ കാണുന്നത് പോയിന്റ് ലൈറ്റും
മറ്റേ സൈഡിലായിട്ടാണ് സ്ട്രീക്ക് ലൈറ്റ് കാണുന്നത് എങ്കിൽ നമ്മളതിനെ എക്സോഫോറിയ എന്നാണ് പറയാം. ഇങ്ങനെയാണ് എക്സോ ആണോ ഈസോ ആണോ ഡീവിയേഷൻ എന്ന് മനസ്സിലാക്കുന്നത്. ഹൊറിസോണ്ടൽ ഡീവിയേഷൻസ് ആണ് മെഷർ ചെയ്തത്. നമുക്ക് വെർട്ടിക്കൽ ഡീവിയേഷൻസ് ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ സ്ട്രീക്ക് നമ്മൾ പിക്ചറിൽ കാണിച്ച പോലെ വെർട്ടിക്കലായിട്ട് തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രീക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഹൊറിസോണ്ടലി ആയിരിക്കും. ഇനി ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെയാണ് നമുക്ക് പോയിന്റ് ലൈറ്റ് കാണാൻ പറ്റുന്നതെങ്കിൽ നമ്മളതിനെ ഓർത്തോഫോറിയ എന്ന് പറയും. അതായത് സ്ക്വിൻ്റ് ഒന്നുമില്ല, ഡീവിയേഷൻസ് ഒന്നുമില്ല. ഇനി പോയിന്റ് ലൈറ്റ് താഴെയായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളതിനെ ഹൈപ്പോഫോറിയ എന്ന് പറയും. ഇനി പോയിന്റ് ലൈറ്റ് മേലെയായിട്ടാണ് കാണുന്നതെങ്കിൽ ഹൈപ്പർഫോറിയ എന്നും പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെസ്ക്രീൻ ഈസ് യൂസ്ഡ് ടു ഓപ്ഷൻസ് എ ocular deviation, B extraocular muscles imbalance, C binocular vision, D all of the above. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ്. ഒക്കുലർ ഡീവിയേഷൻസും എക്സ്ട്രാ മസിൽസിൻ്റെ ഇംബാലൻസും അതുപോലെ തന്നെ ബൈനോക്കുലർ വിഷനും ഒക്കെ മെഷർ ചെയ്യാൻ നമുക്ക് ഹെസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ചാർട്ട് ഈസ് യൂസ്ഡ് ഇൻ ഹെസ്ക്രീൻ? ഓപ്ഷൻസ് എ സ്നെല്ലൻസ് ചാർട്ട്, ബി ആംസ്ലർ ഗ്രിഡ്, സി ടാൻജൻറ്റ് സ്ക്രീൻ വിത്ത് എ ഗ്രിഡ് ഓഫ് ലൈൻസ്, ഡി ജെറംസ് ചാർട്ട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ടാൻജൻറ്റ് സ്ക്രീൻ വിത്ത് ഗ്രിഡ് ഓഫ് ലൈൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ഹെസ്ക്രീൻ യൂസ്ഡ് ടു ആസസ് extraocular muscle function? Options A by measuring the range of motion, B by mapping visual field, C both A and B, D none of these. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ബൈ മാപ്പിംഗ് വിഷ്വൽ ഫീൽഡ് ആണ്. ഈ ഹെസ്ക്രീനിൻ്റെ ഭാഗത്തൊന്നും അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. എന്താണ് അതിൻ്റെ യൂസ് എന്നുള്ളത് മെയിനായിട്ട് അറിഞ്ഞാൽ മതി. അപ്പോൾ ഓഫ്താൽമിക് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ 3 പാർട്ടുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത്. 6 മാർക്കാണ് ഈ ഭാഗത്തു നിന്ന് ടോട്ടലായിട്ട് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. മെയിനായിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞത് അപ്ലിനേഷൻ ടോണോമെട്രിയുടെ ഭാഗം, അതുപോലെ ജാക്സൺ ക്രോസ് സിലിണ്ടറിൻ്റെ ഭാഗം, പിന്നെ റെറ്റിനോസ്കോപ്പ്, പിന്നെ ഹംഫ്രി ഫീൽഡ് ചാർട്ട്, മെഡോക്സ് റോഡ്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്നാണ് എപ്പോഴും ചോദിക്കാറുള്ളത് റിപ്പീറ്റ് ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്ത് പഠിക്കുക. നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഫിസിക്സ് ഓഫ് ഒപ്റ്റിക്സ് ആണ്. അതിൽ വരുന്ന സബ് ടോപ്പിക്സ് ലോ ഓഫ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, സ്ഫെറിക്കൽ ആൻഡ് സിലിണ്ടറിക്കൽ ലെൻസസ്, പ്രിസംസ്. 7 മാർക്കാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നമുക്ക് നാളെയോ മറ്റന്നോ ആയിട്ട് ഇതിൻ്റെ ക്ലാസ് മാക്സിമം ഇടാൻ നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ സൗണ്ടിൻ്റെ ക്ലാരിറ്റിയിൽ ചിലപ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. ഇവിടെ അടുത്ത് തന്നെ ഒരു പള്ളിയിൽ പെരുന്നാളാണ്, അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം 2-3 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ക്ലാസ്സസും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കാം.